എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളിന്ന് പോണത് കാവശ്ശേരിക്കാണ്. ഏപ്രിൽ 10-നാണ് കാവശ്ശേരി പൂരം. ഇനി 4 ദിവസമാണ് കേട്ടോ കാവശ്ശേരി പൂരത്തിനുള്ളൂ. പക്ഷേ അവിടെ മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടു. 2-3 മഴയൊക്കെ പെയ്തിട്ട് പാടത്ത് വെള്ളമെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആശങ്കയുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഏതായാലും കാവശ്ശേരി വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പാടൂർ ഏകദേശം ആനവളവൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം കാവശ്ശേരി എത്താറായി. ഇതാണ് ചിത്രപുരി റീജൻസി ഒക്കെ ഉണ്ട്. താമസിക്കാനൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ളൊരു റീജൻസിയാണ്. അപ്പോൾ നല്ല കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. നമ്മൾ കാവശ്ശേരി എത്തിയിട്ടോ. ഒരു കമ്മിറ്റിക്കാരനൊക്കെ നടന്നു വരുന്നുണ്ട്. സംഭാവനകൾ കൂമ്പാരമാവുമ്പോൾ പരിപാടികൾ ഗംഭീരമാവുന്നില്ല. ഹാവു, ഇപ്പോഴൊന്നും സമാധാനമായത്. ചെറിയൊരു രീതിക്കുള്ള വെള്ളമാണ് കേട്ടോ അവിടെ ഉള്ളൂ. ഈ റോഡിൻ്റെ 2 സൈഡിലുള്ള പാടത്താണ് ഈട് വെടിക്കെട്ട് ഉച്ചക്കലത്തെ നടക്കുക. ഈ കെട്ടിയതിൻ്റെ മുകളിൽ ഞാനൊന്ന് ഇരിക്കുകയാണ്. ഇതാണല്ലേ, ചെറിയ രീതിക്കുള്ള വെള്ളങ്ങളാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ വെടിക്കെട്ട് വലിയ പ്രശ്നമൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഇന്നൊക്കെ നല്ല ഒന്നാന്തരം വെയിലുണ്ടായിട്ടുണ്ട്. ഒരു 3 ദിവസം കൂടി ഇതേപോലെ വെയിലായ ഈട് വെടിക്കെട്ട് കേമാവും. ഇത് കാവശ്ശേരി കൂത്തുമാളാണ് കേട്ടോ. ഇവിടെ ഒരു തുള്ളി വെള്ളം നിൽക്കണില്ല കേട്ടോ. അതുതന്നെ വളരെ ഒരു സമാധാനമാണ്. കാരണം അങ്ങോട്ട് വലിയ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്തോറും വെള്ളം തീരെ. ചെറിയ രീതിക്കുള്ള യന്ത്രഊഞ്ഞാലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, എക്സിബിഷനൊക്കെ പോലെ. വെടിക്കെട്ടിൻ്റെ പാടത്ത് ഒരു തുള്ളി വെള്ളമില്ല. അതാണ് എനിക്ക് സമാധാനമായത്. പ്രാവശ്യം ഗംഭീര വെടിക്കെട്ട് നടക്കും. നമുക്കിതായി കെട്ടിയുണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇതാ കാണുന്നിടത്തൊക്കെ വെടിമരുന്ന് വെക്കാനുള്ളതാണ്, അവിടെ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. പ്രാവശ്യത്തെ വെടിക്കെട്ട് കേമായിട്ട് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിലും വലിയൊരു സന്തോഷം വേറെ എന്താ ഉള്ളത്? പന്തലൊക്കെ ഉണ്ടല്ലേ, കേമ പന്തലാണ്. ഒരു സമാധാനത്തോട് കൂടിയിട്ട് ഇനി ഒരു ചായ കുടിക്കാം. ഇവിടെ വാസുവേട്ടൻ്റെ ഒരു ചായക്കടയുണ്ട്. ഇനി നേരെ അങ്ങോട്ട് പോവാം. ഇതാണ് വാസുവേട്ടൻ്റെ ചായക്കട. ഞാൻ ചെന്നിട്ട് ആദ്യം ഒരു പരിപ്പ് വടയും ഒരു ചായയും കുടിച്ചു. ദോശ ഇപ്പോൾ അകത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും, നല്ല ചൂട് ദോശ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ പരിപ്പ് വട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചായക്കടേനെ പറ്റി പറയുകയാണെങ്കിൽ 40 വർഷം പഴക്കമുള്ള ചായക്കടയാണ്. നിങ്ങൾ ഈ വഴി പോകുമ്പോൾ ഇവിടുന്ന് ഈ ചായ കുടിക്കണം. അത്ര ഒരു കൈപ്പുണ്യമുള്ള ചായക്കടയാണ് ഇവിടെ. അപ്പം നാടൻ ചായക്കട എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ. ദോശ വന്നു കേട്ടോ, നല്ല ചൂട് ദോശ. അതിൻ്റെ ഒപ്പം ഞാനൊരു ഇഡ്ഡലി കൂടി വെച്ചു. ഒപ്പം ചട്നി, സാമ്പാർ, ചമ്മന്തി, പൊടി, അങ്ങനെ 4 ഐറ്റം കൂട്ടിയിട്ടുള്ള ഗംഭീര ഫുഡാണ് കേട്ടോ.